CPI സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണമെന്ന് കൊല്ലം ജില്ലാ നേതൃയോഗത്തിൽ ആവശ്യം. CPI ഈ രീതിയിൽ തുടർന്നാൽ CPM-ൽ ലയിക്കുന്നതാണ് ഭേദമെന്നാണ് വിമർശനം. BJP വിജയിച്ച ചാത്തന്നൂരിലും മന്ത്രി പരാജയപ്പെട്ട ചടയമംഗലത്തും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ മത്സരിച്ചത് ശരിയായില്ലെന്നും വിമർശനം ഉയർന്നു. മനോജ് വിശദാംശങ്ങൾ നൽകാൻ തയ്യാറാണ്. മനോജ്, ഈ ചാത്തന്നൂര് പോലെയുള്ള ഇടതിന്റെ പരമ്പരാഗത കോട്ടകളൊക്കെ കാവി അണിഞ്ഞിരിക്കുകയാണ്. BJP ആദ്യം കേരളത്തിൽ അക്കൗണ്ട് തുറന്നത് ഇടതുപക്ഷത്തിന്റെ ശക്തി കേന്ദ്രം എന്നവർ വിശേഷിപ്പിച്ച കൊല്ലം ജില്ലയിലെ ചാത്തന്നൂരാണ്. ഇപ്പോൾ പാർട്ടി പറയുന്നത് എന്താണ്? അതായത് CPI നേതൃയോഗത്തിലെ വിമർശനം BJP വളരുന്നു, ഇടതുകോട്ടകളിൽ വിള്ളലുണ്ടാക്കുന്നു, ഈ രീതിയിൽ പോയാൽ CPM-ഉം CPI-യും ഒക്കെ ചിത്രത്തിൽ ഇല്ലാണ്ടാകുമെന്നാണോ നേതൃയോഗത്തിൽ ഉണ്ടായ വിമർശനവും പഠനവുമൊക്കെ? ഗൗതം, ചാത്തന്നൂരിലെയും ചടയമംഗലത്തെയൊക്കെ തോൽവി അത് ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം വലിയ തിരിച്ചടിയാണ്. കാരണം ചടയമംഗലം ചാത്തന്നൂർ എന്ന് പറയുന്നത് ഇടത് കോട്ടയായിരുന്നു. അവിടെയാണ് ഈ ചാത്തന്നൂരിൽ BJP വിജയിച്ചത്. അതേസമയം തന്നെ ചടയമംഗലത്ത് മന്ത്രി തോൽക്കുകയും ചെയ്തു. അതോടൊപ്പം മത്സരിച്ച വിവിധ മണ്ഡലങ്ങളിൽ തോൽവി ഏറ്റുവാങ്ങേണ്ടി വന്നു. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ജില്ലാ എക്സിക്യൂട്ടീവും അതോടൊപ്പം തന്നെ കൗൺസിലും നടന്നു. ഈ കൗൺസിലൊക്കെയാണ് ഇത്തരമൊരു വിമർശനം ഉയർന്നു വന്നത്. അതായത് സംസ്ഥാന നേതൃത്വത്തിനെതിരെ ജില്ലാ നേതൃത്വം ശക്തമായിട്ടുള്ള വാക്കുകളിലാണ് പ്രതികരിച്ചിരിക്കുന്നത്. ഇങ്ങനെ പോകുകയാണെങ്കിൽ ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് പിരിച്ചുവിടണം എന്നുള്ളതാണ് ആവശ്യം. അതോടൊപ്പം തന്നെ CPM-ന് അടിമപ്പെട്ട് കഴിയുന്നതിനേക്കാൾ നല്ലത് മറ്റെന്തെങ്കിലും ചെയ്യുക. അതായത് ഒന്നുകിൽ CPM-ൽ ലയിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ മുന്നോട്ട് പോകാനാവില്ല എന്നതാണ് ഈ സംസ്ഥാന നേതൃത്വത്തിനെതിരെയുള്ള ഈ വിമർശനം എന്ന് പറയുന്നത്. ആരാണ് സ്ഥാനാർത്ഥി നിർണയത്തിന് സംസ്ഥാന സെക്രട്ടേറിയറ്റിനെ ചുമതലപ്പെടുത്തിയത് എന്നുള്ള ചോദ്യവും ഉയരുന്നുണ്ട്. കാരണം ഈ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഓരോ മണ്ഡലങ്ങളിലും മത്സരിച്ചത് വലിയ വിമർശനമായി. മനോജ്, ഞാൻ ഈ വളരെ പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് തിരിച്ചു വരാം.